GST ഇളവ് പ്രാബല്യത്തിലാകുന്നതോടെ അവശ്യ സാധന വിലയിലും മറ്റും വലിയ കുറവ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാജ്യത്താകമാനമുള്ള വിലക്കയറ്റ തോത് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. GSTയിൽ കുറവ് വരുത്തിയ പല ഉൽപ്പന്നങ്ങളും അതിന്റെ ഫലം ഉപഭോക്താക്കൾക്ക് നൽകാതെ ഉയർന്ന വിലയിൽ തന്നെ തുടർന്ന് വിൽക്കുന്നതായ പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു. മിനറൽ വാട്ടറിന്റെ GST 5% കുറച്ചിട്ടും വില കുറയ്ക്കാതെ കമ്പനികൾ ജനങ്ങളെ പിഴിയുകയാണെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിരക്ക് ഏകീകരിച്ചിട്ടില്ലെന്നും 18% നിരക്ക് തുടരുകയാണെന്നും അവകാശപ്പെട്ടാണ് കമ്പനികൾ കൂടിയ തുക ഈടാക്കിയിരുന്നത്. എന്നാൽ വാർത്തയുടെ അടിസ്ഥാനത്തിൽ GST അധികൃതർ പരിശോധനകൾ കർശനമാക്കിയതോടെ വില കുറയ്ക്കാതിരുന്ന കമ്പനികൾ ഇപ്പോൾ വഴങ്ങിയിരിക്കുകയാണ്. ജനുവരി മുതൽ പുറത്തിറക്കിയ എല്ലാ ബ്രാൻഡ് കുപ്പിവെള്ളത്തിനും 1 ലിറ്റർ ബോട്ടിലിന് 2 രൂപയും 2 ലിറ്ററിന് 3ഉം 5 ലിറ്ററിന് 7 രൂപയും കുറച്ചിരിക്കുന്നു. ചില GST സ്ലാബുകൾ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രം ക്രമീകരണം വരുത്തിയപ്പോൾ കാറുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉടനടി വിലക്കുറവ് വന്നെങ്കിലും മറ്റ് പല ചെറിയ സാധനങ്ങളുടെയും വില കുറയാത്തത് ചില്ലറ വിൽപ്പനക്കാരിൽ ഇതു സംബന്ധിച്ച് വ്യക്തത വരാത്തതിനാൽ ആയിരുന്നു. GST കുറച്ചതിനൊപ്പം അധികൃതർ പരിശോധനകളും കർശനമാക്കിയിരുന്നെങ്കിൽ വിലക്കയറ്റ തോത് ഇത്രമാത്രം ഉയരില്ലായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും വിലക്കയറ്റ തോത് 3% താഴെ നിൽക്കുമ്പോൾ കേരളത്തിൽ അത് വളരെ ഉയർന്ന നിലയായ 9.49% എന്നത് ആശങ്കാജനകമാണ്. നവംബറിൽ കേരളത്തിലെ വിലക്കയറ്റ തോത് 8.27% ഇപ്പോൾ 9.49% ഉയർന്നത്. ഒരു വർഷത്തിലേറെയായി വിലക്കയറ്റ തോത് സംബന്ധിച്ച പട്ടികയിൽ കേരളം ഒന്നാമതായി തുടരുകയും ചെയ്യുന്നു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പച്ചക്കറി, മത്സ്യം, മാംസം, മുട്ട, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് കേരളത്തിൽ ഉയർന്ന വില നിലനിൽക്കുന്നതാണ് വിലക്കയറ്റ തോത് ഇത്ര കണ്ട് വർദ്ധിക്കാൻ ഇടയാക്കിയിരിക്കുന്നത്. സ്വർണത്തിനൊപ്പം മറ്റു പല സാധനങ്ങൾക്കും കേരളത്തിൽ പിടിവിട്ട രീതിയിൽ വില ഉയരുന്നത് നിയന്ത്രിക്കാൻ സംസ്ഥാന അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാവേണ്ടതാണ്. മിക്കവാറും ഹോട്ടലുകളിലെ മുഖ്യ വിഭവം കോഴിക്കറി ആയതിനാൽ ഇറച്ചിക്കോഴിയുടെ വിലയിൽ വലിയ വർധനവാണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 140 രൂപയായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ അതിൽ 40 രൂപയോളം വർധന ഉണ്ടായിരിക്കുകയാണ്. ഈ അവസരം മുതലെടുത്ത ഹോട്ടലുകാരും തട്ടുകടക്കാരും ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടുകയും ചെയ്തിരിക്കുന്നു. എത്തും പിടിയുമില്ലാതെ കുതിക്കുന്ന ഈ വില വർധന നിയന്ത്രിക്കാൻ വിവിധ വകുപ്പുകൾ ഇടപെടലുകളും പരിശോധനകളും നടത്തിയില്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം ഏറെ ദുസ്സഹമാകും. കേരള പ്രണാമം, ചിന്താശകലങ്ങൾ.